Hi all, CS 306 Computer Networks Module number 6 ഇതിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ആയിട്ടുള്ള TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ മോഡൽ, OSI മോഡൽ. ആ OSI മോഡലിലുള്ള ഒരു ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. എക്സാക്ട്ലി ഫോർത്ത് ലെയർ ആണ് ഫ്രം ബോട്ടം. ദാറ്റ് മീൻസ് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ദെൻ വരുന്നതാണ് ഫോർത്ത് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, സോ എ ലെയർ ഇൻ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ മോഡലാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഈ ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so which means it provides a logical communication between application process running on different hosts within a layered architecture of protocols and other network components. അതായത് ഒരു ലെയേർഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് ഉള്ള ഡിഫറെൻറ്റ് ഹോസ്റ്റിൻ്റെ ഇടയിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ തമ്മിലുള്ള ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ് TCP, UDP, SCTP, DCCP, ഇങ്ങനെ കുറേ പ്രോട്ടോക്കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. SCTP മീൻസ് സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ, DCCP മീൻസ് ഡാറ്റാഗ്രാം കൺജഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ദെൻ ഇങ്ങനെ ഉള്ള ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ അകത്തുള്ള ആദ്യത്തെ രണ്ട് പ്രോട്ടോക്കോൾ TCP ആൻഡ് UDP ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കവർ ചെയ്യുന്നത്. TCP means Transmission Control Protocol, UDP means User Datagram Protocol. Okay, so Transport Layer means OSI മോഡലിൻ്റെ അകത്തുള്ള ഫോർത്ത് ലെയർ ആണ് ഫ്രം ബോട്ടം ട്രാൻസ്പോർട്ട് ലെയർ. ഇത് ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. മീൻസ് ഒരു ലെയേർഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് കുറേ ഹോസ്റ്റുകൾ ഉണ്ടാവും. ആ ഹോസ്റ്റിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സുകളുടെ ഇടയിൽ ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഇതിൻ്റെ അകത്ത് കുറേ പ്രോട്ടോക്കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള TCP ആൻഡ് UDP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ, ഈ രണ്ട് പ്രോട്ടോക്കോളാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോട്ടോക്കോൾ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ലാബിൽ ഈ TCPയുടെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഓൾറെഡി നമുക്കറിയാം TCP ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. കണക്ഷൻ ഓറിയൻറ്റഡ് മീൻസ് ഒരു ഡാറ്റ ട്രാൻസ്ഫർ TCP വഴി ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ അതിനെ ആ രണ്ട് ഡിവൈസുകളുടെ ഇടയിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം മാത്രമേ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ. സോ ഇതാണ് കണക്ഷൻ ഓറിയൻറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ്സ് എ പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ, വിച്ച് മീൻസ് ഒരു സെൻഡറിൻ്റെയും ഒരു റിസീവറിൻ്റെയും അല്ലെങ്കിൽ രണ്ട് ഹോസ്റ്റിൻ്റെ ഇടയിലാണ് ഈ TCP കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുക. തേർഡ് വൺ, റിലയബിൾ ട്രാൻസ്ഫർ. റിലയബിൾ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമുക്കറിയാം. റിലയബിൾ മീൻസ് ഒരു ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഡാറ്റ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് എത്തിയെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇതാണ് റിലയബിൾ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഡാറ്റ റിലയബിൾ ആയിരിക്കും എന്ന് മാത്രമല്ല, ഏത് ഓർഡറിലാണോ സെൻഡർ സെൻഡ് ചെയ്യുന്നത് അതേ ഓർഡർ തന്നെ റിസീവറിൽ ഡാറ്റ റിസീവ് ചെയ്യാനും TCP യൂസ് ചെയ്തിട്ട് സാധിക്കും. സോ TCP ഈസ് എ റിലയബിൾ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദെൻ TCP ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ ഡ്യൂപ്ലിക്കേഷൻ മീൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് ടു സൈഡ് ബോത്ത് വേസ് നമുക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, സ്ട്രീം ഇൻ്റർഫേസ്. സ്ട്രീം ഇൻ്റർഫേസ് മീൻസ് കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഒക്ടറ്റ്സ് ആയിട്ടാണ് ഇവിടെ TCPയിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് 8 ബിറ്റ്സ് ആയിട്ടാണ് TCPൻ്റെ അകത്ത് ഡാറ്റ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ സെൻഡറിൽ നിന്ന് റിസീവറിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ്, റിലയബിൾ കണക്ഷൻ സ്റ്റാർട്ടപ്പ് ആൻഡ് ഗ്രേസ്ഫുൾ കണക്ഷൻ ഷട്ട് ഡൗൺ. റിലയബിൾ കണക്ഷൻ സ്റ്റാർട്ടപ്പ് മീൻസ് ഡാറ്റ ഓൺ ഓൾഡ് കണക്ഷൻ ഡസ് നോട്ട് കൺഫ്യൂസ് ന്യൂ കണക്ഷൻസ്. അതായത് TCPൻ്റെ അകത്ത് പുതിയൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷനെ ഒരു വിധത്തിലും ബാധിക്കില്ല. അതിന് ഇൻ്റർഫറൻസ് ചെയ്യുകയോ ആ ഡാറ്റയുള്ള കണക്ഷനെ ലോസ് ആക്കുകയോ ഡാറ്റേനെ ലോസ് ആക്കുകയോ അങ്ങനത്തെ ഒരു ഇഷ്യൂവും TCPൻ്റെ അകത്ത് ഉണ്ടായിരിക്കുകയില്ല.
Then graceful connection shutdown, which means data sent before closing a connection is not lost. TCPൻ്റെ അകത്ത് ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡാറ്റ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ എന്തായാലും ഡെസ്റ്റിനേഷൻ്റെ അകത്ത് കറക്റ്റ് ഓർഡറിൽ എത്തിയിട്ടുണ്ടാവും. ഇത്രയുമാണ് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന്, കണക്ഷൻ ഓറിയൻറ്റഡ്, പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ, റിലയബിൾ ട്രാൻസ്ഫർ, വിച്ച് മീൻസ് ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവറിൽ എന്തായാലും എത്തുമെന്ന് മാത്രമല്ല ഏത് ഓർഡറിലാണോ ഡാറ്റ അയച്ചത് സെയിം ഓർഡറിലായിരിക്കും ഡാറ്റ റിസീവറിലോട്ട് റീച്ച് ചെയ്തിട്ടുണ്ടാവുക. ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രീം ഇൻ്റർഫേസ്, വിച്ച് മീൻസ് കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഒക്ടറ്റ്സ്, ദെൻ റിലയബിൾ കണക്ഷൻ സ്റ്റാർട്ടപ്പ് ആൻഡ് ഗ്രേസ്ഫുൾ കണക്ഷൻ ഷട്ട് ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് TCP ഹെഡർ ഫോർമാറ്റ്. TCPയുടെ ഹെഡർ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു TCP ഹെഡർ ഫോർമാറ്റ് വരച്ച് തന്നെ പഠിക്കണം. ഇതിലുള്ള ഓരോ ഫീൽഡും തെറ്റാതെ വരച്ച് തന്നെ പഠിക്കണം. സോ ഇതിനകത്തുള്ള ഫീൽഡുകളാണ്, ഒന്ന് സോഴ്സ് പോർട്ട് നമ്പർ, അത് 16 ബിറ്റ് ആണ്. ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ 16 ബിറ്റ്, സീക്വൻസ് നമ്പർ 32 ബിറ്റ്, 32 ബിറ്റ് അക്നോളജ്മെൻറ്റ് നമ്പർ, 4 ബിറ്റ് ഹെഡർ ലെങ്ത് ആൻഡ് 6 ബിറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ അതർ പർപ്പസ്. ദെൻ കുറച്ച് കൺട്രോൾ ഫ്ലാഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, URG, ACK, PSH, RST, SYN ആൻഡ് ഫൈനലി FIN. ദെൻ അതിനുശേഷം 16 ബിറ്റ് വിൻഡോ സൈസ്, 16 ബിറ്റ് TCP ചെക്സം, 16 ബിറ്റ് അർജൻറ്റ് പോയിൻ്റർ. ദെൻ ഇത്രയുമാണ് TCP ഹെഡറിൻ്റെ ഫിക്സഡ് ഹെഡർ ഫോർമാറ്റ്. ദെൻ ഒരു ഓപ്ഷണൽ ഫീൽഡ് ഉണ്ട്, അത് നമ്മളെ ടൈപ്പ് ഓഫ് സർവീസിനനുസരിച്ചിട്ട് ഓപ്ഷണൽ ഫീൽഡിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടാവാം, ഡാറ്റ ഇല്ലാതിരിക്കാം. ദെൻ ഫൈനലി ആക്ച്വൽ ഡാറ്റ. ഇതാണ് TCPയുടെ ഹെഡർ ഫോർമാറ്റ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോർഷൻ ആയിരുന്നു 16 ബിറ്റ് സോഴ്സ് പോർട്ട് നമ്പർ. ഈ 16 ബിറ്റ് സോഴ്സ് പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത് സോഴ്സ് യൂസർ പ്രോസസ്സ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ് 20 ആണ് ആ പോർട്ട് നമ്പർ എങ്കിൽ അത് FTP ആണ്, 23 ആണെങ്കിൽ ടെൽനെറ്റ്, 53 ആണെങ്കിൽ DNS, 80 ആണെങ്കിൽ HTTP. ഇങ്ങനെ സോഴ്സിൻ്റെ യൂസർ പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 16 ബിറ്റ്സ് ഉള്ള സോഴ്സ് പോർട്ട് എന്ന ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടു ഐഡൻറ്റിഫൈ ഡെസ്റ്റിനേഷൻ യൂസർ പ്രോസസ്സ്. ഇതേപോലെ തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ പോർട്ടും ഇതിൽ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഫീൽഡായിരുന്നു 32 ബിറ്റ് സീക്വൻസ് നമ്പർ, വിച്ച് മീൻസ് സീക്വൻസ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ് ഇൻ ദ സെഗ്മെൻറ്റ്. ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ബൈറ്റിൻ്റെ സീക്വൻസ് നമ്പറാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ്, ഇങ്ങനെ ഒരു സീക്വൻസ് നമ്പർ കിട്ടുമ്പോൾ ഡെസ്റ്റിനേഷൻ മനസ്സിലാവും, പുതിയൊരു സെഗ്മെൻറ്റ് വരുന്നുണ്ട്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ ഡെസ്റ്റിനേഷന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡ് അക്നോളജ്മെൻറ്റ് നമ്പർ. ഇതും 32 ബിറ്റ് ഫീൽഡാണ്. അടുത്ത ഏത് ബൈറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് പറയുന്ന 32 ബിറ്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഫീൽഡായിരുന്നു 4 ബിറ്റുള്ള ഹെഡർ ലെങ്ത്. ഇത് യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് 32 ബിറ്റ് വേർഡ്സ് ഇൻ ദ ഹെഡർ. നമ്മുടെ ഹെഡറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് എന്ന് പറയുന്നതാണ് ഈ ഹെഡർ ലെങ്ത് എന്ന ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6 ബിറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കൺട്രോൾ ഫീൽഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 6 കൺട്രോൾ ഫ്ലാഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് URG അർജൻറ്റ്, ACK അക്നോളജ്മെൻറ്റ്, PSH പുഷ്, RST റീസെറ്റ്, SYN സിങ്ക്രണൈസ്, FIN ഫൈനൽ. ഓക്കെ, സോ കൺട്രോൾ ഫീൽഡായിട്ട് അർജൻറ്റ് പോയിൻ്റർ, അക്നോളജ് ഫീൽഡ്, പുഷ് ഫംഗ്ഷൻ, റീസെറ്റ് കണക്ഷൻ, സീക്വൻസ് നമ്പറിനെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഗ്, ആൻഡ് ഫൈനൽ മീൻസ് ഇനി ഡാറ്റയൊന്നും ബാക്കിയില്ല, കംപ്ലീറ്റ് ഡാറ്റയും കഴിഞ്ഞു എന്ന് ഇൻഫോം ചെയ്യുന്ന ഫീൽഡാണ് FIN എന്ന് പറയുന്ന ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അത് ലാസ്റ്റ് പാക്കറ്റാണ്, ഇനി ഈ ഒരു സ്ട്രീമിൻ്റെ അകത്ത് വേറൊരു പാക്കറ്റ് വരാനില്ല എന്നുള്ള ഇൻഫർമേഷനാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീൽഡായിരുന്നു 16 ബിറ്റുള്ള വിൻഡോ സൈസ്. ഈ വിൻഡോ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് റിസീവ്ഡ് ഡാറ്റ. ആ ഒരു വിൻഡോ വഴി മാക്സിമം എത്ര എമൗണ്ട് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷനാണ് വിൻഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ചെക്സം. നമുക്കറിയാം ചെക്സം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇറർ കാൽക്കുലേഷൻ, ഇറർ കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്സം യൂസ് ചെയ്യുന്നത്. അത് 16 ബിറ്റ് ഫീൽഡാണ്. ദെൻ അർജൻറ്റ് പോയിൻ്റർ. ഈ അർജൻറ്റ് പോയിൻ്ററും 16 ബിറ്റ് ഫീൽഡാണ്.
ഇറ്റ് പോയിൻറ്റ്സ് ടു ദ ബൈറ്റ് ഫോളോയിങ് അർജൻറ്റ് ഡാറ്റ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡാറ്റേനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫീൽഡാണ് അർജൻറ്റ് പോയിൻ്റർ. അർജൻറ്റ് ആയിട്ടുള്ള ഡാറ്റേനെ ഈ ഒരു പോയിൻ്റർ പോയിൻ്റ് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ അകത്ത് ഈ ഒരു പാക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇത്രയുമാണ് ടി സി പിയുടെ ഫിക്സഡ് ഹെഡർ പാർട്ട്. ദെൻ ഒരു വേരിയബിൾ ആയിട്ടുള്ള ഓപ്ഷണൽ പാർട്ടും ഉണ്ട്. ഈ ഓപ്ഷൻ പാർട്ടിൻ്റെ അകത്ത് സർവീസിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, മാക്സിമം സെഗ്മെൻറ്റിൻ്റെ സൈസ് എത്രയാണ്, വിൻഡോയുടെ സ്കെയിൽ ഫാക്ടർ എത്രയാണ്, സെലക്റ്റീവ് അക്നോളജ്മെൻറ്റ് ഈ ഒരു സർവീസിൽ പെർമിറ്റഡ് ആണോ, ടൈം സ്റ്റാമ്പ് ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടോ, എൻഡ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു ഓപ്ഷണൽ ഫീൽഡിൻ്റെ അകത്ത്, വേരിയബിൾ ആയിട്ടുള്ള ഓപ്ഷണൽ ഫീൽഡിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. ദെൻ ഫൈനൽ ആക്ച്വൽ ഡാറ്റ. സോ ഇത്രയുമാണ് ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റ്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇത് വരച്ച് തന്നെ പഠിക്കുക. ടി സി പി ഹെഡർ ഫോർമാറ്റ്, അതിൻ്റെ അകത്തുള്ള ഓരോ ഫീൽഡുകളും 16-bit സോഴ്സ് പോർട്ട്, 16-bit ഡെസ്റ്റിനേഷൻ പോർട്ട്, 32-bit സീക്വൻസ് നമ്പർ, 32-bit അക്നോളജ്മെൻറ്റ് നമ്പർ, ഹെഡർ ലെങ്ത്ത് റിസർവ് ചെയ്തിരിക്കുന്നു 6 ബിറ്റ്, ദെൻ കൺട്രോൾ ഫ്ലാഗ്സ്, അർജൻറ്റ്, അക്നോളജ്മെൻറ്റ്, പുഷ്, റീസെറ്റ്, സിങ്ക്രണൈസ് ആൻഡ് ഫൈനൽ. ദെൻ വിൻഡോ സൈസ് 16-bit, ഈ ഇറർ കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്ന ചെക്സം 16-bit, അർജൻറ്റ് പോയിൻ്റർ 16-bit, ദെൻ ഓപ്ഷണൽ ഫീൽഡ് ആൻഡ് ഫൈനലി ഡാറ്റ ഫീൽഡ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ എന്താണ് ടി സി പി, ആ ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ട്രാൻസ്പോർട്ട് ലെയർ, ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, അതിൻ്റെ അകത്തുള്ള ടി സി പി യു ഡി പി ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കവർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ടി സി പി, അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഹെഡർ ഫോർമാറ്റ്, ആ ഹെഡർ ഫോർമാറ്റിൻ്റെ ഓരോ ഫീൽഡും എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ ബാക്കിയുള്ള ടി സി പിയുടെ വർക്കിങ്ങും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈമേഴ്സും ഒക്കെ അപ്കമിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു.